Hi all, welcome back to first day of 10th State Maths class conducted by Archana Study Center. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിതമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് എന്താണ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് അറിയണം. അരിതമെറ്റിക് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ഡിഫറൻസ് സീക്വൻസ് നമുക്കറിയാം അല്ലേ, കുറച്ച് ടേംസ് എഴുതുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 എന്ന് പറഞ്ഞ കണ്ടിന്യൂസ്ലി ഉള്ള ഒരു സീക്വൻസ് അല്ലെ, തുടരെ എഴുതുന്ന കുറച്ച് നമ്പേഴ്സ്. ഇതിന്റെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് സെയിം ആവുന്ന സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്, അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, സെക്കൻഡ് ടേം ഇതിന്റെ ഫസ്റ്റ് ടേം 2 ആണ്, സെക്കൻഡ് ടേം 4 ആണ്, തേർഡ് ടേം 6 ആണ്, ഫോർത്ത് ടേം 8 ആണ് അല്ലെ. ഈ സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 4 - 2 2 ആണ്. അതുപോലെ തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 2 ആണ് അല്ലെ. ഫോർത്ത് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 2 ആണ്. അതായത് ടേംസുകളുടെ ഇടയിലുള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമുക്ക് അരിതമെറ്റിക് സീക്വൻസ് എന്ന് അറിയാം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ നമുക്ക് കടക്കേണ്ടത് ഇതിലെ ഇമ്പോർട്ടന്റ് ആയ ചില കൺസെപ്റ്റുകളാണ് അല്ലെ. എക്സാമിന് വരാൻ ഷുവർ ആയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ, നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യനുകൾ, അതിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയ ഒരു 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 30. സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് ഈസ് 140. അതായത് ഇതിൽ തന്നിരിക്കുന്ന 3 ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 7 ടേംസിന്റെ സമ്മും തന്നിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ടേമും ഫോർത്ത് ടേമുമാണ്. അപ്പൊ ഇതിൽ ഏത് കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന 3 ടേംസിന്റെ സമ്മാണ്, കോൺസിക്യൂട്ട് ആയി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ 3 ടേംസിന്റെ സമ്മാണ് നമ്മളോട് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്ന സെക്കൻഡ് ടേം ആണ്. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് തന്നിരിക്കുന്നത് അല്ലെ. സെക്കൻഡ് ആയാലും രണ്ടാമത് തന്നിരിക്കുന്നാലും 7 ടേംസിന്റെ സമ്മാണ്. അതായത് നമ്പർ ഓഫ് ടേംസ് എന്നുള്ളത് ഓഡാണ്. ചെക്ക് ചെയ്യണം, ഫസ്റ്റ് ചെക്ക് ചെയ്യണം. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഓഡാണ്. ആദ്യത്തെ കേസിൽ 3 ആണ്, രണ്ടാമത്തെ കേസിൽ 7 ആണ്. ഇങ്ങനെയുള്ള കേസിൽ സം ഓഫ് ടേംസ് തന്നിട്ട് അതിന്റെ മിഡിൽ ടേം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. തേർഡ് ടേം 3 ടേംസിന്റെ സമ്മ് തന്നിട്ട് സെക്കൻഡ് ടേം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന കേസിൽ മിഡിൽ ടേം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഉണ്ടെന്ന് കരുതാം. ദിസ് ഇസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ആൻഡ് തേർഡ് ടേം, 3 ടേംസ് ഉണ്ട്. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ സെക്കൻഡ് ടേം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവരുടെ 3 എണ്ണത്തിന് സം ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ത്, 30 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്, 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ടേം, അതായത് മിഡിൽ ടേം എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. നമ്പർ ഓഫ് ടേംസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ സം എന്താണ്, 30 ഡിവൈഡഡ് ബൈ 3 10. അതായത് നിങ്ങളുടെ മിഡിൽ ടേം എന്താണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സം, ടോട്ടൽ സം ഓഫ് 3 ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എന്താണ്, 3. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെയാ ചെക്ക് ചെയ്യേണ്ടത്, എത്ര ടേംസിന്റെ സമ്മാണ് എന്നും ചെക്ക് ചെയ്യണം. അത് എത്ര ടേംസിന്റെയാണ്, ഓഡ് നമ്പർ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓഡ് നമ്പർ ഓഫ് സംസ് ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. അപ്പൊ സെക്കൻഡ് കേസ് ഒന്ന് നോക്കി നോക്കാം. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈസ് 140. അതായത് 7 നമ്പറുകളുടെ സം എന്ന് പറയുന്നത് 140 ആണ്. അപ്പൊ അതിന്റെ മിഡിൽ ടേം എന്താണ്, ഫോർത്ത് ടേം ആണല്ലോ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫോർത്ത് ടേം കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫോർത്ത് ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് തന്നിരിക്കുന്നത് 7 ടേംസിന്റെ സമ്മാണ് അല്ലെ. സം ഓഫ് 7 ടേംസ് ഈക്വൽ ടു 140 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്, നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 7 ആണ്. നമുക്ക് കണ്ടത് മിഡിൽ ടേം എന്താണ്, ഈസ് ഫോർത്ത് ടേം അല്ലെ. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 140 ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും. ദാറ്റ് ഈസ് 20.
അതായത് നിങ്ങളുടെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 20 ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ടേം 10 ആണെന്നും ഫോർത്ത് ടേം 20 ആണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ സീക്വൻസ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അല്ലെ. നമുക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ടേം 10 ആണെന്നും കിട്ടിയിട്ടുണ്ട്, ഫോർത്ത് ടേം 20 ആണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ടേം 10 ആണെന്നും ഫോർത്ത് ടേം 20 ആണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്, 3 ടേംസ് കണ്ടുപിടിക്കാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഇടയിലുള്ള കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഡി ആയിരിക്കും അല്ലെ. കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും അല്ലെ. നമ്മൾ ഡി എന്ന് എടുക്കുന്നു, കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് 20ൽ നിന്ന് 2 തവണ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? 10 കിട്ടുന്നത് അല്ലെ. അതായത് 20 ഫോർത്ത് ടേമിൽ നിന്ന് നോക്കൂ, ഫോർത്ത് ടേമിൽ നിന്ന് 2 തവണ നമ്മൾ കോമൺ ഡിഫറൻസ് ആയ ഡി മൈനസ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതായത് ഫോർത്ത് ടേമിൽ നിന്ന് 2 തവണ നമ്മൾ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെക്കൻഡ് ടേം കിട്ടുന്നത്. അപ്പൊ നമുക്കൊന്ന് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 20 ആണ്. അതിൽ നിന്ന് 2 തവണ 2 ടൈംസ് നമ്മുടെ കോമൺ ഡിഫറൻസ് നമ്മൾ എന്ത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത്? ഡി. ഡി സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം ആയ 10 കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് 20 മൈനസ് 2d എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് അല്ലെ. ഈ 2d നമുക്ക് ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ എന്ത് വരും? 20 ഈ 10 ഈക്വൽ ടുന്റെ ഇപ്പുറത്തും കൊണ്ടുവരണം അല്ലെ. 20 മൈനസ് 10 വരും. ഓക്കെ, 2d അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? മൈനസ് പ്ലസ് ആയിട്ട് മാറും. ക്ലിയർ ആണെന്ന് കരുതുന്നു. 20 മൈനസ് 10 എന്താണ്? 10 ആണല്ലേ. 10 ഈക്വൽ ടു 2d വരും. ഓക്കെ, ഇനി നമുക്ക് 2 into d ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? ഡിവിഷൻ ആയിട്ട് മാറും. ദാറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ 12. ദാറ്റ് ഈസ് d is equal to 5. ഓക്കെ, 5 ആണ് നിങ്ങളുടെ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 10ൽ നിന്ന് 5 മൈനസ് ചെയ്ത് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. 10 മൈനസ് 5 ആണ്. 10ൽ നിന്ന് 5 ഇൻക്രീസ് ചെയ്താൽ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടേം കിട്ടും. അതായത് തേർഡ് ടേമിന് 5 കൂട്ടിക്കഴിഞ്ഞാൽ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ടേം കിട്ടും. അപ്പൊ ഇതാണ് നിങ്ങളുടെ സീക്വൻസ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.